സാധാരണ നമ്മൾ ഒരുപാട് വെറൈറ്റി പിസ്സ കഴിച്ചിട്ടുണ്ട് അല്ലേ? നല്ല നാടൻ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സ കഴിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളിന്ന് അരി വെച്ചിട്ട് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, പച്ചരി വെച്ചിട്ട് ഒരു അടിപൊളി സിമ്പിളായിട്ട് നാടൻ രീതിയിൽ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പിസ്സയാണെന്ന്. സൂപ്പർ ടേസ്റ്റാണോ? സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചീസും കാര്യങ്ങളൊന്നും ചേർത്തില്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം ചീസിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സൂപ്പറാട്ടോ. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. വീഡിയോസ് മുഴുവനായിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കാണുന്നത് നല്ല അടിപൊളി നമ്മുടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അരിപ്പൊടിയല്ല, സാധാരണ നമ്മൾ ദോശ ഇടുന്ന അരി മാവുണ്ടല്ലോ, പച്ചിരിയും സാധാരണ നമ്മുടെ ചോറൊക്കെ കൂട്ടിയിട്ട് അതാടോ. അപ്പം നമുക്ക് ഹെൽത്തി പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പച്ചിരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. ചോറ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ഒരു 3/4 കപ്പ് ആയാലും മതി. അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തമായിട്ട് ആവശ്യമില്ല, ഒരു ഇച്ചിരിയേ വേണ്ടൂ. നമ്മൾ ഒരു പിസ്സയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ആ ജാറൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ലൂസായി പോയത്. അതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കളറ് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിനിപ്പോൾ കളർ തോന്നിക്കൂല, നമ്മൾ ചുട്ട് വരുമ്പോൾ ലൈറ്റ് ഒരു യെല്ലോ കളർ കിട്ടും കേട്ടോ. അപ്പോൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുരുമുളക്, ഉപ്പ്, ചില്ലി ഫ്ലക്സ് ഇത് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 50-50 കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് തട്ടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 50 or 60 കുക്കായതിനു ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. വേറൊരു പാത്രത്തിലേക്ക് ഒന്നും മാറ്റണ്ട. പിന്നെ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ പീസ് തക്കാളി, അത്ര പഴുത്തതല്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു തക്കാളിയും കൂടി ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, കൂടുതലായിട്ട് ഇളക്കി ഇതാക്കേണ്ട. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക, സിമ്മിലിട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം സവാളയൊക്കെ വെന്ത് ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, സവാളയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് പിന്നെ ഈ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇത്തിരി കറിവേപ്പില ഇടാം. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതും കൂടെ ചെറിയ ചെറിയ പീസസായിട്ട് ഞാൻ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അരിയാനൊന്നും നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 പീസാക്കിയിട്ട് നമ്മുടെ എന്താ പറയുക, അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു പരുവത്തിലായി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മീഡിയത്തിലിട്ട് അടച്ചു വെക്കുക കേട്ടോ. കൂടുതൽ നേരം വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും, അത്യാവശ്യം ഒരു എരിവൊക്കെ വേണമല്ലോ, ഒരു ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി അര ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത്രയും മതി കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാറി പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് പിസ്സ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ അരിമാവ് വെച്ചിട്ടുള്ള പിസ്സ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ, കയ്യിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ല വേറെ വല്ല പാത്രങ്ങളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി
ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടില്ല, ഈ ഒരു മഞ്ഞ മതി കേട്ടോ. മഞ്ഞൾ ഇടുമ്പോൾ കൂടി പോരുത്. മഞ്ഞൾ ഇടണമെന്ന് നിർബന്ധമില്ല. ആ ഒരു വെളുത്തിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഇത്തിരി ഭംഗിയൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഇച്ചിരി ഓയിലൊന്ന് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ആ ഒരു ആവിയിൽ അതിൻ്റെ മുകളിലത്തെ ആ പച്ചക്ക മാവൊക്കെ ഒന്ന് ആവി കയറി വന്നതിന് ശേഷം നമ്മുടെ മസാല ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ. ഇതിൽ ചീസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തോ. എൻ്റെ കയ്യിൽ ചീസില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് ആ മുകളിലത്തെ മാവിലേക്ക് ഒന്ന് ആവി ഒന്ന് കയറി ആ ചെമ്മീൻ മസാലയുടെ ആ ടേസ്റ്റൊക്കെ എല്ലായിടത്തും ഒന്ന് ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ഒന്ന് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ആവശ്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തേക്ക് കേട്ടോ. ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക, ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ പച്ച മാവാണ് ഇരിക്കുന്നത്. ഇപ്പം ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതേ പാനിലേക്ക് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ആ ഭാഗവും കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. എന്നിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. വീഡിയോസിൽ കാണുന്ന ആരെങ്കിലും, പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ വീഡിയോസും ഒരുപാട് പേര് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാടൻ പിസ്സ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഒച്ച കേൾപ്പിക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ സൗണ്ടൊക്കെ കയറി വന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.